الرحمن الرحيم الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അനശ്വരനായ രക്തസാക്ഷി ഉമർ ബിൻ സലമയെ കുറിച്ച് ചില വാക്കുകൾ നിങ്ങളുമായി സംവദിക്കാം. ഒരു യോദ്ധാവിൻ്റെ പോരാട്ട വീര്യ കഥയാണ് ഞാനിന്നിവിടെ പറയുന്നത്. അങ്ങകലെ ഹിജാസിലെ മനോഹരമായ മദീന നഗരം, ഈന്തപ്പനത്തോപ്പുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടകക്കൂട്ടങ്ങൾ മേഞ്ഞു നടക്കുന്ന ആ നാട്ടിൽ ഒരു ചെറിയ പള്ളിയുണ്ട്, മസ്ജിദുൻ നബവി. അനേകായിരങ്ങളുടെ പ്രശ്നപരിഹാര വേദിയായ ആ പള്ളി എല്ലായ്പ്പോഴും ജനനിബിഡമാണ്. അലംബഹീനരുടെ ആർത്തനാദങ്ങൾക്ക് ഒരു പ്രവാചകൻ അവിടെ കാതോർക്കുന്നുണ്ട്. ആ പ്രവാചകനെ നമുക്കിങ്ങനെ പരിചയപ്പെടാം. പാരിലെ പൊന്നിധി ആരിലും തെൻകനി തനിയേകുന്നോരിൽ സയ്യിദാ നബി, ആരിലും മാതൃക ഏകിടും താരകം, ആരിലും മാതൃക ഏകിടും താരകം, ദീനിൻ മാർഗം കാട്ടിയ സയ്യിദി. പണക്കാരനും പണിക്കാരനും ഒന്നിക്കുന്ന അപൂർവ സംഗമമാണിത്. വർണ്ണവിവേചനത്തിന്റെ മതിൽ കെട്ടുകളോ സമൂഹത്തിലെ ഉച്ചനീചിത്വങ്ങളോ അവിടെ അതിർവരമ്പുകൾ തീർക്കുന്നില്ല. ആ പ്രവാചക പൂങ്കവനത്തിന്റെ തിരുസന്നിധിയിൽ എല്ലാവരും സമന്മാരാണ്. അനുഗ്രഹത്തിന്റെ മാലാകമാർ ചിറക് വിടർത്തി നിൽക്കുന്ന ആ അനുഗ്രഹത്തിന്റെ സദസ്സിലേക്ക് വിഷാദചിതനായി ഒരാൾ കടന്നു വരുന്നു. കറുത്തിരുണ്ട് വിരൂപനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു ആണത്. അതരപോടെ തിരുസന്നിധിയിൽ വന്ന് സഅദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. സ്നേഹനിധിയായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഅദേ, നിനക്ക് എന്ത് പറ്റിയടാ? അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു അവിവാഹിതനാണ്. എൻ്റെ സമപ്രായക്കാരായ മുഴുവൻ സ്വഹാബികളും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നു. കറുത്തിരുണ്ട് വിനൂപനായ എന്നെ ഒരു പെണ്ണും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ യുവത്വത്തിന്റെ ചാബല്യങ്ങൾ എന്നെ തെറ്റിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സൗദർയല്ലാഹുവിന്റെ കഥനത്തിന്റെ കതറിയുന്ന പ്രവാചകൻ ആശ്വാസത്തിന്റെ കുളിർത്തന്നലുകൾ ആഞ്ഞു വീശി. ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ സഅദ് റളിയല്ലാഹുവിന്റെ മുഖത്ത് സന്തോഷത്തിന്റെ പൂർണ്ണചന്ദ്രൻ ഉയർന്നു പൊങ്ങി. സന്തോഷത്തിന്റെ ആരവങ്ങൾ ഉയരുന്ന സഅദ് റളിയല്ലാഹുവിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരാം. മനം നൊന്ത് സാദിനെ കാതോർത്ത് നബി മനുഷ്യ വിഷാദത്തിൻ കഥയോർത്ത്, മനുഷ്യനെ പിഴപ്പിക്കും നിമിഷങ്ങൾ ഏകാന്ത ഇലാഹിടും വേളകളിൽ. മനം നൊന്ത് സാദിനെ കാതോർത്ത് നബി മനുഷ്യ വിഷാദത്തിൻ കഥയോർത്ത്, മനുഷ്യനെ പിഴപ്പിക്കും നിമിഷങ്ങൾ ഏകാന്ത ഇലാഹിടും വേളകളിൽ. ധനികന വഹബിന്റെ മകളാണ്, ദീനി നറുമണം വീശുന്ന തളിരാണ്. വിവാഹം നടത്തുവാൻ പറയുന്നു നബി സഅദിനെ അവർ വീട്ടിലയക്കുന്നു. എന്ത് കാരുണ്യത്തിന്റെ കോതാരമായ നബിയും എന്നെ പരിഹസിക്കുകയാണോ? സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ നബിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അമ്പരന്ന് നിൽക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഅദേ, വിശ്വസിക്കാൻ കഴിയുന്നില്ലടാ. ഇതെന്റെ തീരുമാനമാണ്. മദീനയിലെ ഏറ്റവും വലിയ സുന്ദരി ധനികനായ അംർ ഇബ്നു വഹബിന്റെ മകൾ, ഏകപുത്രി, അവൾ താങ്കളുടെ ഭാര്യയായിരിക്കട്ടെ. പ്രവാചകർ ആശീർവദിച്ചു. പ്രവാചകൻ പറഞ്ഞയച്ച മരുമകൻ എണെന്ന് സന്തോഷ വാർത്തയുമായി വഹബിനെ അഭിമുഖീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആജ്ഞാപിച്ചു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ സംശയങ്ങൾ അസ്ഥാനത്തായില്ല. പ്രവാചക പ്രതിനിധിയാണെന്നറിഞ്ഞ് സന്തോഷം സ്വീകരിച്ചിരുത്തിയ അംർ ഇബ്നു വഹബ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കേട്ട് പൊട്ടിത്തെറിച്ചു. എന്ത് സൗന്ദര്യത്തിന്റെ ആരാമമായ എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാനോ? നിനക്ക് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നു?
ആനകളെ പോലും നാണിപ്പിക്കുന്ന കറുപ്പുമായി ഒരു മണവാളം വന്നിരിക്കുന്നു. ഇറങ്ങു വേഗം, ഇനി മേലെ പരിസരത്ത് കണ്ടുപോകരുത്. അതിന്റെ കണ്ണുകൾ ഇരുട്ട് കയറി, മനസ്സ് മരവിച്ചു, ചുണ്ടുകൾ വരണ്ടു. ഇന്നുവരെ ഒരുത്തനും എന്നെ പരസ്യമായി അപമാനിച്ചിട്ടില്ല. പ്രവാചകന്റെ തീരുമാനം അറിയിച്ചതിനും അതും കേൾക്കേണ്ടി വന്നിരിക്കുന്നു. വിഷാദത്തിന്റെ കുനിഞ്ഞ ശിരസുമായി സാദ് റളിയല്ലാഹു അൻഹു അംർ ഇബ്നു വഹബിന്റെ പടികൾ ഇറങ്ങി. മിന്നായം പോലെ കിനാവുകൾ ഒന്നായി ചോരുന്നു, ഒന്നായി മാനം നൊന്ത് സാദിനും വരം കൂടുന്നു. സാദന്ന് കിന്നനായി നബിയുള്ളാഹിലോതുന്നു. വഹബിൻ കഥ കേട്ട് പുണ്യപൂമുഖം വാടുന്നു. പ്രവാചക സന്നിധിയിലേക്കായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തിരിച്ചുവരവ്. ആകാംക്ഷയുടെ 1000 കണ്ണുകളുമായി സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാർ വട്ടമിട്ട് നോക്കുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വിവരങ്ങൾ കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്ത് വിഷാദത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങി. പ്രവാചകൻ ഇത്രയും വിഷാദമായി തന്റെ ശിഷ്യഗണങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി അപമാനിതനായിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലും സഹാബികളും സഅദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ മനോവിഷമത്തിൽ പങ്കാളികളാകുന്ന ഈ സമയത്ത് നമുക്ക് അംർ ഇബ്നു വഹബിന്റെ വീട് വരെ ഒന്ന് പോയി വരാം. ഉപ്പ ഉടനെ റസൂലിന്റെ അടുത്ത് പോണം. ഉത്തമരായ നബിയാണെന്നോർമ്മ വേണം. ഉത്തമനല്ലെങ്കിലും സാദായച്ചവരെ ഉന്നതരായി തിളങ്ങുന്ന സയ്യിദോരാ. തന്റെ മകൾ പ്രഭാതം തഹജ്ജുദ് കൊണ്ട് ആരംഭിക്കുന്ന പൊന്നുമോൾ താൻ വാരിക്കുട്ടിയ സമ്പത്തുകളോ അള്ളാഹു കനിഞ്ഞരുളി തന്ന സൗന്ദര്യമോ അഹങ്കാരത്തിന് വൈമാറി കൊടുക്കാത്ത മതഭക്തയാണവൾ. പ്രസവിച്ച അന്ന് മുതൽ സന്തോഷത്തിന്റെ വസന്തരാവുകൾ തീർത്ത അവൾ ഇന്ന് വാടി തളർന്നിരിക്കുന്നു. അവളെ അഭിമുഖീകരിക്കാൻ അംർ ഇബ്നു വഹബിന് ധൈര്യം വരുന്നില്ല. ആ മനുഷ്യൻ വിരൂപനായത് അയാളുടെ കുറ്റം കൊണ്ടാണോ? അല്ല, അള്ളാഹു ഒരു സൃഷ്ടിയെ പരിഹസിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ എങ്ങനെ നിങ്ങൾ പരിഹസിക്കുന്നു? അതും അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തത സഹചാരിയായാണ് അപമാനിച്ചിരിക്കുന്നത്. ഇനി ഈ വീടിന്ന് മുതൽ നരകതുല്യമാണ്. മകളുടെ ഓരോ വാക്കുകളും അംർ ഇബ്നു വഹബിന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. സമനില വീണ്ടെടുത്ത് അംർ ഇബ്നു വഹബ് സഅദിനെ അപമാനിച്ചതിൽ കുറ്റബോധം തോന്നി. തന്റെ മക്കളെ പ്രവാചകന്റെ വരദാനമായ സഅദിനെ തന്നെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം നബി സന്നിധിയിലെത്തി ഇങ്ങനെ ബോധിപ്പിച്ചു. മുത്തായ റസൂലേ മുർസലിൻ അമീരേ മുത്തക്കിങ്ങൾക്ക് ഇമാമായ നൂറേ എൻ്റെ അപരാധം പൊറുക്കു റസൂലേ. മുത്തായ റസൂലേ മുർസലിൻ അമീരേ മുത്തക്കിങ്ങൾക്ക് ഇമാമായ നൂറേ എൻ്റെ അപരാധം പൊറുക്കു റസൂലേ. നിക്കാഹിനെ കുറിച്ച് പറയാൻ ഞാൻ ഉറച്ച് കൊതിച്ച് ഈ സന്നിധിയിൽ തിരിച്ച്. നിക്കാഹിനെ കുറിച്ച് പറയാൻ ഞാൻ ഉറച്ച് കൊതിച്ച് ഈ സന്നിധിയിൽ തിരിച്ച്. മംഗളത്തെ കുറിച്ച് എന്നോട് ഇറക്കുവാൻ അങ്ങയച്ച സാദിനെ അപമാനിച്ചയച്ച്. ഞാൻ സാദിനെ അപമാനിച്ചയച്ച്. മുത്തായ റസൂലേ മുർസലിൻ അമീരേ മുത്തക്കിങ്ങൾക്ക് ഇമാമായ നൂറേ എൻ്റെ അപരാധം പൊറുക്കു റസൂലേ. യാ റസൂലല്ലാഹ്, എന്റെ സുമുഖിയും സുന്ദരിയുമായ മകളെ സഅദിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്റെ മക്കൾക്കും അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെയ്ത അപരാധത്തിന് എനിക്ക് മാപ്പ് നൽകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിനോട് മാപ്പ് ചോദിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് അംർ ഇബ്നു വഹബ് മാപ്പ് ചോദിക്കുകയാണ്. അംർ ഇബ്നു വഹബിന്റെ വാക്കുകൾ കേട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദിനെ നോക്കി പുഞ്ചിരിച്ചു. സങ്കടത്തിന്റെ അഗ്നിനാള താണ്ഡവുമായി സഅദ്
സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ ആരവങ്ങൾ ഉയരാൻ തുടങ്ങി. ദിവസങ്ങൾ പിന്നിട്ടു. പുതുനാരിയുടെ വീട്ടിൽ വിവാഹത്തിന് വേണ്ടിയുള്ള അതിഗംഭീരമായ ഒരുക്കങ്ങൾ നടക്കുന്നു. മഹറിന് പോലും പണമില്ലാത്ത ഓടിത്തളർന്ന് സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വരികയാണ്. തന്നെ അഭയം തേടിയ കഥനത്തിന്റെ കനലിരിയുന്ന സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ സമാധാനിപ്പിച്ചു. പ്രവാചക നിർദ്ദേശപ്രകാരം 300 വെള്ളി കടം ചോദിക്കാൻ ചെന്ന സഅദ് റളിയല്ലാഹു അൻഹുവിന് 600 വെള്ളി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹ സമ്മാനമായി നൽകി. ആ സമ്മാനവുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് അങ്ങനെ പോവുകയാണ്. പോയി ഒരു കടയിൽ കയറി തന്റെ സാധനങ്ങൾ വാങ്ങാൻ നോക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്. ഇന്നാണ് യുദ്ധം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു, യുദ്ധത്തിനിറങ്ങിയ എല്ലാവരും ഞെട്ടി. ഒരു മുഖം മുടിയിട്ട ആൾ യുദ്ധം ചെയ്യുന്നു. നോക്കൂ, എത്ര ശത്രുക്കളെയാണ് അദ്ദേഹം കൊന്നൊടുക്കുന്നത്. കാഫിറിന്റെ കൂട്ടം കണ്ട കാടത്തം നേരിൽ അവർ പുഞ്ചിരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.